ബ്രോക്കർ നന്ദകുമാറിനെ ഉപയോഗിച്ച് ആരെ അടിക്കാൻ വടി കൊടുത്തു. ശരിക്കും ആർക്കാ അടി കൊണ്ടത്? അതായത് കേരളത്തിലെ CPM ബേസിന് അടി കിട്ടിയത് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം, അതായത് EP ജയരാജൻ തന്നെ സമ്മതിച്ചു. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു. ആദ്യത്തെ ഇനി വരാൻ പോകുന്ന എവിടൊക്കെ ആരെയൊക്കെ പോയി കണ്ടു. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലുള്ള RSS കാര്യാലയത്തിൽ പോയി ആശീർവാദം തേടിപ്പോയി ഈ മനുഷ്യൻ. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയും, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പുള്ളിക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തെറ്റ്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് പോലീസ്, സ്പെഷ്യൽ ബ്രാഞ്ച്. അതുപോലെ CPM എന്ന് പറഞ്ഞ വലിയൊരു പാർട്ടി, കേഡർ പാർട്ടിയാണ്. അപ്പം ഇതൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? അതായത് EP ജയരാജൻ ഇത്രയും ആൾക്കാരെ പോയി കാണുന്നു പാർട്ടിയിൽ നിന്നും ചാടാൻ. അവിടെയൊക്കെ മുഖ്യമന്ത്രിയുടെ മൗന അനുവാദമുണ്ട്, ഇയാൾ പോകുന്നതിൽ അങ്ങ് പോകട്ടെ, ഈ ശല്യം അങ്ങ് പോകട്ടെ എന്നുള്ള ധാരണയായിരുന്നു മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ പ്രശ്നങ്ങൾ കൈവിട്ടു പോയത് അവിടെ അല്ല. അതാണ് പ്രധാനം. അതായത് ഈ EP ജയരാജൻ കേരളത്തിലെ സീനിയറായിട്ടുള്ള 10-12 CPM നേതാക്കളെ, ചിലരതിൻ്റെ അകത്ത് പഴയ മുൻ MLA-മാരുണ്ട്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സുണ്ട്, ജില്ലാ കമ്മിറ്റി മെമ്പേഴ്സുണ്ട്, സംസ്ഥാന കമ്മിറ്റി മെമ്പേഴ്സുണ്ട്. ഇപ്പം ഇവരുടെയും കൂടെ ലിസ്റ്റ് കൊണ്ട് കൊടുത്ത് ഇവരും കൂടെ വരികയാണ്. അവിടെയാണ് മുഖ്യമന്ത്രി കണ്ണൂർ ലോബിയെ കൊണ്ട്, കണ്ണൂരിലെ പാർട്ടിയെ കൊണ്ട് ഇടപിടിക്കുന്നത്. അതാണ് എനിക്കറിയാൻ സാധിച്ചത്. അതായത് കണ്ണൂർ പാർട്ടിയോട് പറയുന്നു ഈ സംഭവമാണ്. അപ്പോൾ പാർട്ടിയുടെ ഒരു ഗുണ്ട ഓപ്പറേഷൻ വിങ് ഉണ്ട്. അവർ ഇയാളുടെ വീട്ടിൽ പോയി പറഞ്ഞു, മോൻ്റെ കൈയും കാലും വെട്ടും, ഇയാളുടെ തല വെട്ടും എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പേടിച്ചു. അങ്ങനെയാണ് പിന്മാറുന്നത്. അതായത് EP ജയരാജൻ BJP-യിലോട്ട് പോകാനുള്ള ഡേറ്റ് വരെ ഫിക്സ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇയാൾ ഡൽഹിയിൽ പോയി 4-5 ദിവസം ഈ പറയുന്ന പാർട്ടി നേതാക്കന്മാരെയൊക്കെ കണ്ടു. ഇതിനകത്ത് ഇയാൾ ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി തൊലയ്ക്കുമെന്നുള്ള രീതിയിലോട്ട് പോയി. ഇതുണ്ടായ സംഭവമാണ്. ഇനി നമ്മൾ കേരളത്തിലോട്ട് വരാം. ഇപ്പോൾ കേരളത്തിൽ ആരെങ്കിലും കുറി തൊട്ടാലോ കയ്യിലൊരു ചരടിട്ടാലോ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുന്നത് ഈ CPM-കാരാണ്. അവർ ഉടൻ തന്നെ അവരെ അങ്ങ് സംഖ്യയാക്കും. അതായത് സംഖ്യയുടെ പട്ടം അങ്ങ് കൊടുക്കും. അവരുടെ സ്ഥിരം പരിപാടി ഇപ്പം എന്നെ സംഖ്യയാക്കിയേക്കുകയാണ്. അതായത് ഇവർക്കെതിരെ എന്ത് പറഞ്ഞാലും എങ്ങനെ ഒരു നീക്കമെന്നല്ല, സ്വതന്ത്രമായിട്ട് അഭിപ്രായം പോലും പറയാൻ പറ്റത്തില്ല. അപ്പം അവരെ മുഴുവനും സംഖ്യയാക്കുന്ന രീതിയിലാണ് കേരളത്തിലെ CPM. അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈൻ. അതിനകത്തു നിന്നാണ് CPM കേന്ദ്ര സെക്രട്ടേറിയറ്റ് മെമ്പർ, കേന്ദ്ര സെക്രട്ടേറിയറ്റ് കാര്യമൊന്നുമില്ല, എന്ത് സെക്രട്ടേറിയറ്റ്, യെച്ചൂരിക്ക് എന്ത് പൊസിഷനാണ് ഉള്ളത്? ഈ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പണം കൊടുത്താലേ ഈ പാർട്ടി ഉള്ളൂ. അല്ലെങ്കിൽ AKG ഭവനിൽ ആ പാർട്ടിയിൽ ഓരോ ദിവസം കഴിയാനുള്ള പണം ഇവിടുന്ന് അങ്ങോട്ട് പോകണം. അല്ല ആരാ ഈ പാർട്ടിക്ക് ഫണ്ട് ചെയ്യുന്നത്? ഇപ്പം ഇലക്ട്രോൾ ബോണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ പണം വേണ്ട, ഏത് തലയ്ക്ക് ഓളമുള്ളവനാണ് ഈ പാർട്ടിക്ക് ഫണ്ട് ചെയ്യുന്നത്? ഈ പാർട്ടി എവിടെയാണുള്ളത്? ഇനി നമ്മൾ ബംഗാളിലോട്ട് പോകാം. ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. ബംഗാളിൽ ആദ്യകാലത്ത് മമത ശക്തി പ്രാപിച്ച സമയത്ത്, അധികാരത്തിൽ വന്ന സമയത്ത് CPM പല നേതാക്കളും പ്രവർത്തകരും ആ പാർട്ടിക്കകത്തോട്ട് പോയി. എല്ലാവർക്കും ഒരു CPM നേതാക്കളും ഒത്തിരി പോയി. അങ്ങനെയാണ് ഈ TMC ശക്തമാകുന്നത്. അതിനുശേഷം ഈ പോകാത്ത പല നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും ഉണ്ടായിരുന്നു. വലിയൊരു വിഭാഗം ഈ പാർട്ടിയുമായിട്ട് യോജിച്ച് പോയിക്കൊണ്ടിരുന്നവർ. അവരെങ്ങോട്ടാ പോയത്? CPM ഏറ്റവും കൂടുതൽ നേതാക്കന്മാർ പോയിരിക്കുന്നതും പാർട്ടി പ്രവർത്തകർ പോയിരിക്കുന്നതും ബംഗാളിൽ പോയിരിക്കുന്നത് BJP-യിലാണ്, TMC-യിലല്ല. എടുത്തു നോക്ക്. ഈ CPM അവർക്ക് സ്വന്തമായിട്ട് പാർട്ടി ഓഫീസ് അത് തുറക്കാൻ പോലും ഈ അവിടുത്തെ TMC-ക്കാർ സമ്മതിക്കത്തില്ല. അവരുടെ പഴയ കോട്ടയിൽ
ആ പാർട്ടി ഓഫീസ് തുറന്നു കൊടുത്തതും അവിടെ ഇരിക്കാൻ സമ്മതിച്ചതും അതിനുള്ള മാൻ പവർ കൊടുത്തതും അവിടെയുള്ള BJP ആണ്. 2019 ഇലക്ഷനിൽ BJPക്ക് 19 സീറ്റ് പാർലമെന്റ് ഇലക്ഷനിൽ കിട്ടുന്നത് അവിടെയുള്ള CPM-കാർ, അതായത് അവർ ഗണശക്തി എന്ന് പറഞ്ഞ പത്രമുണ്ട് ഇവിടുത്തെ പോലെ ദേശാഭിമാനി, ആ പത്രം വരുത്തുന്ന വീടുകളിൽ ആ വായിക്കുന്നവർ അവരോട് CPM-ന്റെ അവിടുത്തെ ആളുകളാണ് പറയുന്നത്, അവിടെയുള്ള നേതാക്കന്മാരാണ് പറയുന്നത്, TMCയുടെ 2 ഇല ചിഹ്നം കുത്തുക, അതായത് ഷർട്ടേ കുത്തുക, പക്ഷെ വോട്ട് ചെയ്യുന്നത് താമരക്കായിരിക്കണം. ഇത് ഉണ്ടായ സംഭവമാണ്. എത്രയോ പുസ്തകങ്ങളും ലേഖനങ്ങളും വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈ കേരളത്തിലെ ആളുകൾ കാണുന്ന പോലെയല്ല CPM. അതിൻ്റെ യഥാർത്ഥ സ്വഭാവമാണ് 2 ദിവസം മുമ്പ് പുറത്തു വന്നത്. ഇതെങ്ങനെയാ പുറത്ത് ചാടിയത്? ഇത് നന്ദകുമാർ, ബ്രോക്കർ നന്ദകുമാർ ലോകത്തിൽ ഒരാൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. വല്ലാത്തൊരു വൃത്തികെട്ട ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറെ നമ്പി ഇതിൻ്റെ പുറകിൽ ഇറങ്ങി തിരിച്ച EP ജയരാജനെയാണ് സമ്മതിച്ചു കൊടുക്കേണ്ടത്. കാരണം എന്തിനാണ് EP ജയരാജൻ നന്ദകുമാറിനെ കണ്ട് BJP-യിലോട്ട് ചാടാൻ ശ്രമിച്ചത്? അവിടെയും കച്ചവടമാണ്. EP ജയരാജനെ പാർട്ടി ഇതറിഞ്ഞിട്ടും പുറത്താക്കാത്തതിൻ്റെയും അതേപോലെ നടപടിയെടുക്കാത്തതിനും വേറെയും കാരണമുണ്ട്. അത് കണ്ണൂരുള്ള സഖാക്കൾ തന്നെയാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് ഈ EP ജയരാജന് ഇത്രയും നാളും CPM എന്ന് പറഞ്ഞ പാർട്ടി നടത്തിയ എല്ലാ അഴിമതിയും കൊള്ളരുതായ്മ നേരിട്ടറിയാവുന്നയാളാണ്. കാരണം അയാൾ ഈ പാർട്ടിയുടെ പണസഞ്ചിയായിരുന്നു. കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ പണം ഇയാൾ ത്രൂ ആണ് ഡീൽസും വീൽസും നടത്തിക്കൊണ്ടിരുന്നത്. കാരണം വ്യവസായ മന്ത്രി മറ്റുള്ള പാർട്ടിയുടെ നേതാവാണ്. അപ്പം ഇയാൾക്ക് കള്ളത്തരങ്ങൾ മുഴുവനും അറിയാം EP ജയരാജന്. അതുകൊണ്ടാണ് ഇയാളെ പുറത്താക്കാതെ ഇങ്ങനെ നടപടിയെടുക്കാതിരുന്നത്. അല്ലെങ്കിൽ BJP-യിലോട്ട് പോകുന്നതിന് വേണ്ടി ഇത്രമാത്രം നീക്കങ്ങൾ നടത്തിയിട്ട് എന്തുകൊണ്ടാണ് CPM നടപടിയെടുക്കാതിരുന്നത്? കാരണം ഇയാൾ ഇതെല്ലാം പൊളിച്ചതൊക്കെ പറയും, കാര്യങ്ങൾ ഓരോന്നായിട്ടൊക്കെ പറയും. ഇതാണ് ഇഷ്യൂ ആയത്. പിന്നെ മറ്റൊരു ഘടകമുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ പാർട്ടി കാണുന്ന പോലെ ഒന്നുമില്ല, പാർട്ടിക്കകത്ത് വല്ലാത്തൊരു പൊട്ടിത്തെറിയിൽ നിൽക്കുകയാണ്. അതായത് മുഖ്യമന്ത്രി, അതായത് പിണറായി വിജയൻ റിയാസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. 10-60 വർഷം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചവര് അവരോടൊക്കെയാണ് പറയുന്നത് റിയാസുമായിട്ട് ബന്ധപ്പെടാൻ. ഇന്നലെ വന്ന ചെക്കൻ. എന്നാൽ റിയാസ് ആണെങ്കിൽ 2 മേജർ പോർട്ട്ഫോളിയോ ആണ് കയ്യിൽ കിട്ടിയേക്കുന്നത്. ഒന്ന് ടൂറിസം, മറ്റേത് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് റോഡുകളും കാര്യങ്ങളുമൊക്കെ. ഇതിൽ 2 എണ്ണത്തിലും ഇയാളുടെ കോൺട്രിബ്യൂഷൻ 0. അതായത് ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഈ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞാൽ DYFIയുടെ പഴയ നേതാവ്, പക്ക മന്ദബുദ്ധിയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇയാളുമായിട്ട് പ്രവർത്തിച്ചവരും കൂടെ പ്രവർത്തിച്ചവരും ഒക്കെ തന്നെയാണ് പറഞ്ഞത്. ഒന്നിനൊന്നും അറിയത്തില്ല, ഒരു പൊട്ടനാ. ഈ കാണുന്ന മോന്തയും ആ പരിപാടിയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ 2-2.5 വർഷം ടൂറിസം എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ആ പോർട്ട്ഫോളിയോ കയ്യിൽ കിട്ടിയിട്ട് എന്ത് കുന്തമാണ് ഇവൻ ചെയ്തത്? എന്ത് കുന്തമാണ് റിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? ആലോചിച്ചിട്ടുണ്ടോ? അതേപോലെ സുധാകരൻ ഇരുന്ന സമയത്ത്, അതായത് PWD, അയാൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തു. അവിടെയാണ് റിയാസ് എന്ന് പറഞ്ഞാൽ അതൊന്ന് കുളവാക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഹൈവേയിൽ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അയാൾ ഇടുക. ആലോചിച്ച് നോക്കുക. അത് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ ചെറുക്കനെ, ഒന്നും അറിയാത്ത ചെക്കനെ മുഖ്യമന്ത്രി പൊക്കിക്കൊണ്ട് കിടക്കുന്നു. ഈ കോൺഗ്രസ് പാർട്ടി പോലെ അല്ലല്ലോ CPM എന്ന്, കേഡർ പാർട്ടിയാണ്. അപ്പോൾ അതിനകത്ത് പ്രവർത്തിച്ച പല സഖാക്കൾക്ക്, സീനിയറായിട്ടുള്ളവർക്ക് വളരെ വളരെ ദുഃഖത്തോടു കൂടിയാണ് അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി എല്ലാത്തിനെയും ഹൈജാക്ക് ചെയ്തിട്ട് മരുമോൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഇതിനകത്ത് ഇപ്പം ഈ ഇലക്ഷൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇത്രയും പോളിംഗ് പെർസെൻറ്റേജ് ഉച്ച സമയത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇത് പിണറായി വിജയനെതിരെയുള്ള ആൻറ്റി പിണറായിസ് വോട്ടുകളാണ് കയറിയേക്കുന്നത്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിരിക്കുന്നത്. ആൾക്കാരുടെ ഒന്നും 5 പൈസയില്ല. ഇയാൾ ദിവസവും കിടന്നങ്ങ് തള്ളുക, പാർട്ടിയും കിടന്ന് തള്ളുന്നു സോഷ്യൽ മീഡിയയിൽ. ജനങ്ങൾ പൊറുതിമുട്ടി. അതിനിടയ്ക്ക് മരുമകനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പാർട്ടിക്കാർക്കും വെറുപ്പായി. അതായത്
എടുത്തു നോക്കുക, കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ CPM എന്ന് പറഞ്ഞ പാർട്ടി ഒരു നിഷ്ക്രിയമായ ഒരു ഇലക്ഷനാണ് 2024 നടന്നതും ഇന്നത്തെ ഇലക്ഷൻ്റെ വോട്ടെടുപ്പ് എന്ന് പറയുന്നത്. കാരണം പാർട്ടി പ്രവർത്തകർക്ക് ഒരു താല്പര്യമില്ല. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി പ്രവർത്തിക്കണം? ഈ രീതിയിലാണ് പിണറായി വിജയനും മക്കളും മരുമക്കളും കൂടെ ഈ ഗവൺമെൻറ്റിനെ, ഈ പാർട്ടിയെ നയിക്കുന്നത്. അതിനെതിരെയും കൂടെയുള്ള വിധിയെഴുത്താണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഏതാണ്ട് വളരെ കൃത്യവും വ്യക്തമായിട്ട് വരും. ജനവിധി എന്ന് പറയുന്നത് എന്താണ്, ആർക്ക് വേണ്ടിയാണെന്നുള്ള രീതിയിൽ. അപ്പം ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് വളരെ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞത്, CPM-ലെ പല നേതാക്കളും BJP-യുമായിട്ട് ധാരണയുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി. ഇതെനിക്കറിയാവുന്ന വസ്തുത, നേരിട്ടറിയാവുന്ന വസ്തുതയാണ്. പല ലീഡേഴ്സും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പല ലീഡേഴ്സും CPM-ന്റെ പല സീനിയർ ലീഡേഴ്സും പാർട്ടി വിടാൻ തയ്യാറാണ്. അവരേതാണ്ട് ഇതൊക്കെ പറഞ്ഞൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇലക്ഷൻ കഴിയുമ്പോൾ അതിൻ്റെ നല്ല യഥാർത്ഥ വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാകും.